ഹലോ. അപ്പൊ ഞാൻ രാവിലെ തന്നെ നീച്ച് റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ട്. 9 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു 7:15 ആയിട്ടുണ്ട്. താഴ്ന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം പോയി. ഇവിടുന്ന് കോൺഫറൻസ് എനിക്ക് ആക്ച്വലി ഒരു 7 കിലോമീറ്റർ ഉള്ളു. പക്ഷെ 2 ട്രെയിൻ മാറി കയറി പോകണം. പിന്നെ തപ്പി പിടിച്ചൊക്കെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഒരു 8 മണിയാകുമ്പോഴേക്കെങ്കിലും ഇറങ്ങണം. താഴ്ന്ന ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോവാന്നാണ് പ്ലാൻ ചെയ്തൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് കാണാൻ? ഇത് ഞാൻ H&M വാങ്ങിച്ചാണ്. ഞാൻ തായ്ലാന്റ് പോയപ്പോ വാങ്ങി വെച്ചാണ്. കൊള്ളാവോ? എല്ലാവരുടെയും ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് കിട്ടുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു മൊമെന്റിലേക്കാട്ടോ ഇന്ന് ഞാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു വർക്ക് ഒരു ഇന്റർനാഷണൽ വേദിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ വർക്കൊക്കെ അയച്ചു കൊടുത്തു. അവർ അബ്സ്ട്രാക്റ്റ് എന്നൊക്കെ സെലക്ട് ചെയ്തു. അപ്പം എന്താണ് ഹാപ്പിയസ്റ്റ് എന്ന് വെച്ചാൽ, ആകെ കൂടെ ഞങ്ങൾ അവിടെ ഇന്ത്യയിൽ നിന്ന് 3 പേരേ ഉള്ളായിരുന്നു ഇന്ത്യനെ റിപ്രസെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിലൊരാളാവാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. അഫ്കോഴ്സ് ഇത് എൻ്റെ ഗൈഡ്, പിന്നെ എൻ്റെ പാർട്ട്ണർ, പിന്നെ എൻ്റെ ഉമ്മ. വർക്കിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ പോലും അത് സമയത്തിന് തീരണം, എന്തായി, എപ്പോൾ തീരും, എന്താണ് എഴുത്ത് കുത്ത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരാൾ. വേറെയും കുറേ പേരുകളുണ്ട്, എന്നാലും ഈ ആൾക്കാർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ കോൺഫറൻസ് സെന്ററിൽ എത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ലൈഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. പിന്നെ കുറേ ലെക്ചേഴ്സൊക്കെ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിലാണ് എനിക്ക് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സമയമായോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുക തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം ഉച്ചയ്ക്ക് ലഞ്ച് വന്നു. ഇതായിരുന്നു ലഞ്ച്. നമ്മുടെ പൂക്കളിട്ട പോലെ ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ടേസ്റ്റും ഉണ്ടായിരുന്നു. റൈസൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇത്ര റൈസ് മതിയോന്നുള്ളത്. പക്ഷെ നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ച് എനിക്ക് മുഴുവൻ കഴിച്ച് തീർക്കാനും കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രക്ക് ഫില്ലിംഗ് ആയി എനിക്ക് തോന്നി. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് തികയില്ലല്ലോ, ഇത് കുറച്ചേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത്. എന്നാലും കുഴപ്പമില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓരോ ക്ലസ്റ്ററുകളായിട്ടായിരുന്നു കേട്ടോ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ക്ലസ്റ്ററിൽ പ്രസൻറ്റേഷൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് പ്രസൻറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അടുത്തത് ഞാനായിരുന്നു. വീഡിയോ ഒന്നും വലിയ ക്ലാരിറ്റി ഇല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത് തന്നതാണ്. എന്നാലും കിട്ടിയത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നുമില്ലെങ്കിൽ കുറേ കാലം ഊണും ഉറക്കവും ഇല്ലാതെ പണിയെടുത്ത് മെനക്കെട്ട് ഉണ്ടാക്കിയ റിസൾട്ട്സ് അല്ലേ. അതിൽ തന്നെ എമിമോൻ ഉണ്ടായി, പ്രഗ്നൻസി ഉണ്ടായിരുന്നു, ഡെലിവറി ഉണ്ടായിരുന്നു, മെറ്റേണിറ്റി പീരീഡ് ഉണ്ടായിരുന്നു, പോസ്റ്റ്മോർട്ടം പീരീഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ഓവർകം ചെയ്തിട്ട് എൻ്റെ വർക്ക് ഒരു ഇന്റർനാഷണൽ വേദിയിൽ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് വലിയ കാര്യം തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ഷ്രൈനിനകത്തും കൂടെ കയറി. ഇവിടെ എല്ലാ ഷ്രൈനും ഏകദേശം ഒരു കോമൺ പാറ്റേണിൽ തന്നെയുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ട് എനിക്കറിയില്ല. ഇതാണ് ഈ ഒരു ഷേപ്പിലുള്ള സാധനം കേട്ടോ ഞാൻ സോനിയർ ആയിട്ടും അവിടുന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ളത്. കാരണം എല്ലാ ഷ്രൈനിലും പോയാലും ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ കൂടെ ഒക്കെ ഒന്ന് നടന്നു പോയി. അതിന്റെ ഉള്ളിലാണ് ചെല്ലുമ്പോഴാണ് ഇത് എൻട്രൻസിൽ തന്നെ ഉള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ട്. പിന്നെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ നടന്നു പോയാൽ വേറെ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിനകത്താണ് ഇവിടെ എല്ലാ സന്യാസികളൊക്കെ ഇരിക്കുന്നത്. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒന്നും അധികം റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ പുറത്ത് വന്നപ്പോൾ ഇങ്ങനെ വിഷസ് ഒക്കെ എഴുതിയിടാല് ചെറിയൊരു ഇത് കണ്ടു കേട്ടോ. അവിടെ ആൾക്കാർ എഴുതിയിടുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എഴുതിയിടാനൊന്നുമില്ല. ഞാൻ അവിടുന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി തിരിച്ചു പോരാൻ നോക്കി കേട്ടോ. പോരുന്ന വഴിയുള്ള റോഡുകളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കി. പിന്നെ അടുത്ത സ്ഥലം എങ്ങോട്ടാ പോകണ്ടേന്നൊക്കെ അല്ലേ. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചുറ്റിക്കറങ്ങി അന്വേഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ പുറത്ത് വരുന്ന സമയത്ത് ഇതേ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാണാനും മാത്രം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ബാക്കി ജപ്പാൻ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്കി വീഡിയോസൊക്കെ ഇടുമ്പോൾ സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ബൈ ടാറ്റാ.